Hello students, അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. ക്വസ്റ്റൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. A solid in the first octant has shape determined by the graph of the cone z equal to root of x square plus y square and the planes z equal to 1, x equal to 0 and y equal to 0. Find the center of mass if the density is given by rho equal to r എന്നാണ് തന്നിരിക്കുന്നത്. ഡെൻസിറ്റി rho equal to r എന്നാണ് തന്നിരിക്കുന്നത്. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല അറിയണം, എന്നാൽ മാത്രമേ ഫൈനൽ സ്റ്റെപ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ എം എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ഈ ഷേപ്പാണ് വരുന്നത്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് അത് സെഡ് ഈക്വൽ ടു 1 ആകുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ഒരു സോളിഡാണ് കിട്ടുന്നത്. അതിൽ തന്നെ ആർ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നതുകൊണ്ട് സെഡ് ഈക്വൽ ടു ആർ എന്നതിൻ്റെ പൊളാർ കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ആർ തീറ്റ സെഡ് എന്നുള്ളത് സെഡ് ഈക്വൽ ടു ആർ എന്നുള്ള രീതിയിൽ ആർ എന്നെടുത്താൽ മതി. അപ്പോൾ ഇനി എം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി വി ആണ് വരേണ്ടത്. എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഇവിടെ ആറാണ് തന്നിരിക്കുന്നത്. ഡി വി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആറ് ഡി സെഡ് ഡി ആർ ഡി തീറ്റ, അല്ലെങ്കിൽ ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ എന്നാണ് എഴുതാറ് നമ്മൾ. അതിന് പകരം ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആറ് ഇവിടെ ഫസ്റ്റ് എഴുതിയെന്നുള്ളൂ, അത് പ്രശ്നമില്ല. പിന്നെ ഏറ്റവും ആദ്യമായിട്ട് സെഡിൻ്റെ വേരിയേഷൻ, പിന്നെ ആറിൻ്റെ വേരിയേഷൻ, പിന്നെ തീറ്റയുടെ വേരിയേഷൻ. അപ്പോൾ ഫിഗർ നോക്കിയിട്ടാണ് നമ്മൾ വേരിയേഷൻസ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് സെഡിൻ്റെ വേരിയേഷൻ ഇവിടെ ആറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാം. സെഡ് ഇവിടെ ആറിൻ്റെ വാല്യൂ എന്താണോ അത് മുതൽ സെഡ് 1 വരെയാണ് വരുന്നത്, അല്ലേ? ആറിൻ്റെ വാല്യൂ മുതൽ സെഡ് ഈക്വൽ ടു 1 വരെയാണ് വരുന്നത്. അപ്പോൾ ആർ ടു 1 ആണ് സെഡിൻ്റെ വേരിയേഷൻ വരുന്നത്. പിന്നെ ആറിൻ്റെ വേരിയേഷൻ നമുക്കറിയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റേസ് എടുത്താൽ മതി. ഒറിജിനലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ് ടു സെഡ് വരെയാണ് ആറ് വാരി ചെയ്യുന്നത്. സെഡിൻ്റെ വേരിയേഷൻ എവിടെ വരെയാണ്? 1 വരെയാണ്, അല്ലേ? അപ്പോൾ ആറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 മുതൽ ആർ ഈക്വൽ ടു 0 മുതൽ ആർ ഈക്വൽ ടു സെഡ് വരെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ഈക്വൽ ടു സെഡ് എന്നുള്ളതിൻ്റെ ഈ കോണിൻ്റെ ബൗണ്ടറിയാണ് ഈ പറയുന്നത്. ആർ ഈക്വൽ ടു സെഡ് വരെ എന്ന് വെച്ചാൽ സെഡിൻ്റെ വേരിയേഷൻ വരെ, അതായത് സെഡിൻ്റെ വേരിയേഷൻ മാക്സിമം പോണത് 1 വരെയാണ്. അപ്പോൾ ആറിൻ്റെ വേരിയേഷൻ 0 മുതൽ 1 വരെയാണ് പോണത്. പിന്നെ ഫിഗർ ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 0 to π/2 ആണ് തീറ്റ വാരി ചെയ്യുന്നത്. ഈ ഒരു പീസേ ഉണ്ടാവുള്ളൂ. തീറ്റയുടെ വേരിയേഷൻ 0 മുതൽ π/2 വരെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആർ സ്ക്വയർ ഡി സെഡ് ആണ് വരിക. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആർ സ്ക്വയർ വേണമെങ്കിൽ ഈ ഡി ആറിൻ്റെ കൂടെ എഴുതിയാൽ മതിയിട്ട് ആദ്യം ഇൻ്റഗ്രൽ ആർ ടു 1 ഡി സെഡ് ചെയ്യും. അപ്പോൾ ഡി സെഡ് ചെയ്യുമ്പോൾ സെഡ് വിത്തിൻ ദ ലിമിറ്റ് ആർ ടു 1 ആണ് വരിക. ആ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ മൈനസ് ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ വീണ്ടും ഇവിടെ ആർ ടു 1 വേണ്ട കേട്ടോ, അത് തെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇൻ്റഗ്രൽ ആർ ടു 1 വേണ്ട. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to 1 ആർ സ്ക്വയർ മൈനസ് ആർ ക്യൂബ് ഡി ആർ ചെയ്യണം. അത് ചെയ്ത് ലിമിറ്റ് കൊടുത്ത് വാല്യൂ എഴുതണം. പിന്നെ നമ്മൾ ഇൻ്റഗ്രൽ 0 to π/2 ഡി തീറ്റ ചെയ്യണം. ഫൈനൽ വാല്യൂ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് കാണാനായിട്ട് ഓൾറെഡി പഠിച്ചതാണല്ലോ, അത് ചെയ്ത് ഇവിടെ വാല്യൂ എഴുതണം. ഈ ഒരു ഇൻ്റഗ്രൽ ഇവിടെ തെറ്റി എഴുതിയിരിക്കുന്നതാണ്, അതിവിടെ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടെണ്ണം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ π/24 എന്നുള്ളത് എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് എം കിട്ടിയത് π/24 ആണ്. ഇനി നമുക്ക് എം എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യണം. സെൻറ്റർ ഓഫ് മാസിനല്ലേ. അപ്പോൾ എം എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് വരിക ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി സെഡ് ഇൻറ്റു ആർ ഡി വി എന്നാണ് വരിക. ഒരു സെഡും കൂടെ വരും എം എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ കറസ്പോണ്ടിങ്ങിലി ലിമിറ്റ്സ് ഒക്കെ സെയിം തന്നെ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സെഡിൻ്റെ ഇൻ്റഗ്രേഷൻ ആദ്യം ചെയ്യുക. ആർ സ്ക്വയറിന് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് എഴുതിക്കോളൂ. അപ്പോൾ സെഡ് ഡി സെഡ് ഇൻ്റഗ്രൽ ഓവർ ആർ ടു 1 സെഡ് ഡി സെഡ് ആദ്യം ചെയ്താൽ സെഡ് സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 1 to ആർ സ്ക്വയർ ഇപ്പുറത്തേക്ക് പുറത്തേക്ക് എഴുതാം കേട്ടോ. ആർ സ്ക്വയർ ഡി ആർ ഡി തീറ്റ എന്ന് വരും. അതിന് ലിമിറ്റൊക്കെ കൊടുത്ത് പിന്നെ ഇൻ്റഗ്രേഷൻ ഓവർ ആറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ആർ സ്ക്വയർ മൈനസ് ആർ റേസ് ടു 4 ഡി ആർ പിന്നീട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ലിമിറ്റൊക്കെ കൊടുത്ത് എഴുതിയ ശേഷം ഇൻ്റഗ്രൽ 0 to π/2 ഡി തീറ്റ ചെയ്യുക. അങ്ങനെ ഫൈനലി ചെയ്തിട്ടുള്ള വാല്യൂ π/30 എന്നുള്ള വാല്യൂ മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രിപ്പിൾ ഇൻ്റഗ്രലിനെ 1/1 ആയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓരോന്നിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റും അതാത് ഇൻ്റഗ്രേഷനും വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അതവിടെ മാറ്റി നിർത്തുക. ബ്രാക്കറ്റ്സ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ഈ ആർ സ്ക്വയറിനൊക്കെ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. നമുക്ക് സെഡിൻ്റെ ടൈം മാത്രം ഒരുമിച്ച് എഴുതിയാൽ മതി. പിന്നെ വിത്ത് റെസ്പെക്ട് ടു ആറിൻ്റെ വേരിയേഷൻ കൊടുത്ത് വിത്ത് റെസ്പെക്ട് ടു ആർ പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം.
ഏറ്റവും ലാസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ MXY ഫൈൻഡ് ചെയ്യുക. ഇനി MXZും MYZും കണ്ടുപിടിക്കണം. പക്ഷേ അവിടെ നമുക്ക് XRDVന്നോ YRDVന്നോ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ MXZ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ YRDV ആണ് ഫോർമുല വരിക. ഇവിടെ MXY കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ZRDV അല്ലേ വന്നത്. അതുപോലെ MXZ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ YRDV ആണ് വരിക. പക്ഷേ Y എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇല്ല. പകരം അതിൻ്റെ R sin θ എന്നുള്ള വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻ R² sin θ dV എന്നായി മാറും. ഓൾറെഡി ഒരു R അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ R² sin θ dV എന്നായി മാറും. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻസ് ഒക്കെ സെയിം തന്നെ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2. അപ്പോൾ ഇനി ഇവിടെ R² sin θ dVയിൽ പിന്നെ ബാക്കി ഉണ്ടാവുക dz R dr dθ. അപ്പോൾ R³ sin θ dz dr dθ ഇത്രയാണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ ഒരു ഇൻ്റഗ്രൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കൂട്ടിച്ചേർക്കണം. നോട്ട് എഴുതുമ്പോൾ ചേർക്കണേ. ഇവിടെ സെഡിൻ്റെ ഇൻ്റഗ്രൽ വിട്ടുപോയിട്ടുണ്ട്. സെഡിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? ഇൻ്റഗ്രൽ R/1 ആണ് വരിക. ഇൻ്റഗ്രൽ R/1 ആണ് വരിക. ഇൻ്റഗ്രൽ R/1 കൂടി ഇവിടെ ചേർക്കണം കേട്ടോ. മുമ്പത്തേലൊക്കെ ചേർത്ത പോലെ ഇതാ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഇൻ്റഗ്രൽ R/1, അതുപോലെ തന്നെ അതും കൂടെ ചേർത്തിട്ട് എഴുതണം. ഇതവിടെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ആദ്യം സെഡിൻ്റെ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സെഡിൽ പ്രത്യേകിച്ച് ടേമൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ സെഡിൻ്റെ ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇടയിലുള്ള സ്റ്റെപ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. അതിലൊക്കെ കുറേ കറക്ഷൻസ് വന്നിട്ടുണ്ട്. സെഡിൻ്റെ ടേമിന് ഒന്നുമില്ല. R³ sin θ പുറത്തേക്ക് എഴുതിയിട്ട് ജസ്റ്റ് dz മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെഡ് വിത്തിൻ ദ ലിമിറ്റ് 0 to 1 വരും. 0 to 1 എന്നുള്ള ലിമിറ്റ് അവിടെ കൊടുക്കുക. എന്നിട്ട് 0 to 1 അല്ല, സെഡ് വിത്തിൻ ദ ലിമിറ്റ് R/1 വരും. അപ്പോൾ നമുക്കൊരു R-1 അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുമ്പോഴാണ് R³ - R⁴ വരുന്നത്. ഇതിൽ ഈ സ്റ്റെപ്പിൽ തെറ്റുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ട്രിപ്പിൾ ഇൻ്റഗ്രലിന് വാല്യൂറ്റ് ചെയ്താൽ മതി. പിന്നെ വിത്ത് റെസ്പെക്ട് ടു R ചെയ്യാം. അപ്പോൾ സൈൻ തീറ്റേനെ പുറത്തേക്ക് എഴുതിയിട്ട് വിത്ത് റെസ്പെക്ട് ടു R ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്ത് എഴുതുമ്പോൾ 1/20 ആൻസർ കിട്ടും. ആ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യുക കേട്ടോ. ട്രിപ്പിൾ ഇൻ്റഗ്രലിനെ വാല്യൂറ്റ് ചെയ്യൽ. അതുപോലെ MXZ ചെയ്യുമ്പോൾ ഫോർമുല MXZ അല്ല MYZ ആണ് കേട്ടോ. ഇതിവിടെ തെറ്റി എഴുതിയിരിക്കുന്നതാണ്. MYZ ആണ്. നമ്മൾ ഓൾറെഡി MXYയും MXZും കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് MYZ ആണ്. ഇത് തെറ്റി എഴുതിയിരിക്കുന്നതാണ്. ഇത് തിരുത്തി എഴുതണം. MYZൻ്റെ ഫോർമുല XRDV ആണ് വരിക. പക്ഷേ ഇവിടെ X എഴുതാൻ പാടില്ല. അതുകൊണ്ട് R cos θ RDV വരും. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ R² cos θ dV വരും. ഈ dV എന്നുള്ളത് dz R dr dθ എന്ന് മാറ്റി എഴുതുക. അപ്പോൾ ഒരു R കൂടി ഇവിടേക്ക് വരും. R³ cos θ dz dr dV വരും. ഇതും ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂറ്റ് ചെയ്യുന്ന മെത്തേഡിൽ വാല്യൂറ്റ് ചെയ്യുമ്പോൾ അതും 1/20 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇത് മുകളിലത്തേക്ക് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഈ പ്രോബ്ലം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടാവണം. അപ്പോൾ X ബാർ എന്ന് പറഞ്ഞാൽ MYZ/M ആണ്. രണ്ട് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാന്ന് കിട്ടും. Y ബാർ എന്ന് പറഞ്ഞാൽ MXZ/M ആണ്. അതും നമ്മുടെ കയ്യിലുണ്ട്. അതിന് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക. Z ബാർ എന്ന് പറഞ്ഞാൽ MXY/M ആണ്. അതിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിനെ ട്രിപ്ലെറ്റ് ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് സെൻറ്റർ ഓഫ് മാസാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അടുത്തത് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഇക്വേഷൻ മാത്രം നോക്കാം. വോളിയം ഓഫ് ആൻ എലമെൻറ്റ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ് dV = നമ്മൾ നേരത്തേലും വോളിയം എലമെൻറ്റ് പറഞ്ഞില്ലേ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൻ്റെയും വോളിയം എലമെൻറ്റ് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ സ്പെറിക്കൽ കോർഡിനേറ്റിലെ വോളിയം എലമെൻറ്റ് രണ്ടും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടുത്തെ dV = ρ² sin φ dρ dφ dθ ആണ്. അവിടെ എന്തായിരുന്നു? dz R dr dθ ആയിരുന്നു. ഇവിടെ ρ² sin φ dρ dφ dθ ആണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ f ഓഫ് റോ ഫൈ തീറ്റ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. dv കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ f ഓഫ് റോ ഫൈ തീറ്റ ρ² sin dvക്ക് പകരം ρ² sin φ dρ dφ dθ ആണ് വരിക. അപ്പോൾ അത് ഫംഗ്ഷൻ തന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. പിന്നെ ഇവിടെ ചോദിക്കാവുന്ന വേറൊരു പ്രോബ്ലമാണ് ഫൈൻഡ് ദ വോള്യം ഓഫ് എ റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർമുല, വോള്യത്തിൻ്റെ ഫോർമുല ഇതാണ്. V = ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ d. dv ആണ് ഫോർമുല. വോള്യം എലമെൻറ്റിൻ്റെ ഇൻ്റഗ്രൽ ഓവർ d ചെയ്യാം.
എന്ന് വെച്ചാൽ അതിന് ട്രിപ്പിൾ ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്ത ഫോർമുല ഈ ഫോർമുല പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. അപ്പോൾ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. അങ്ങനെ 2 ടൈപ്പ് പ്രോബ്ലം സ്പെറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. Find the volume of the upper region D cut from the solid sphere rho less than or equal to 1 by the cone phi equal to pi by 3. അപ്പോൾ ആദ്യം അത് സ്കെച്ച് ചെയ്യാണ് വേണ്ടത്. വോള്യമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോള്യത്തിൻ്റെ ഫോർമുല നമുക്ക് ഇതാണെന്നറിയാം. അപ്പോൾ ആദ്യം തന്നെ സ്കെച്ച് ചെയ്യാം. സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അപ്പർ റീജിയൻ ഡി കട്ട് ഫ്രം ദ സോളിഡ് സ്ഫിയർ. ഇപ്പോൾ ഒരു സ്ഫിയർ ആണുള്ളത്. സ്ഫിയർ നമ്മുടെ കയ്യിലുണ്ട്. ആ സ്ഫിയർ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. റോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. റോ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ആ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താണ് റേഡിയസ് 1-നേക്കാളും ചെറിയതായിട്ട് വരുന്ന റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 റേഡിയസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന ഒരു സ്ഫിയർ ആണ് നമ്മുടെ കൈവശം ഉള്ളത്. പിന്നെ is cut by the cone phi equal to pi by 3. Phi equal to pi by 3 വരുന്ന കോൺ കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കോൺ വരിക. ഫൈയുടെ വാല്യൂ ഈ ആംഗിളാണ് വരുന്നത് അല്ലേ. ഈ റോ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ. ആ ആംഗിൾ റോ ഈക്വൽ ടു ഫൈ ഈക്വൽ ടു പൈ ബൈ 3 എന്നുള്ള ആംഗിൾ ഈ ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ കൊണ്ട് അത് സ്ഫിയറിന് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാങ്ക് വരും. അതുപോലെ ഇവിടെയും നമുക്ക് ഇത് കട്ട് ചെയ്ത് പോയിട്ട് ഈ പൈ ബൈ 3 ആംഗിളിൽ ഇത് കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ഇത്രയും ഭാഗം ബ്ലാങ്ക് വരും സ്ഫിയറിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. സ്കെച്ച് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം റോൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. റോൻ്റെ ലിമിറ്റ് നമുക്കറിയാം. റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ റോൻ്റെ വാരിയേഷൻ റോ ഈക്വൽ ടു 0 മുതൽ റോ ഈക്വൽ ടു 1 വരെ ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. സ്ഫിയർ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതൊരു റേ വരച്ചിട്ട് റേ എം വരയ്ക്കും. എന്നിട്ട് ആ എമ്മിൻ്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാന്ന് നോക്കും. അപ്പോൾ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ് ടു 1 വരെയാണിത് വാരി ചെയ്യുക. അതുകൊണ്ട് റോയുടെ വാരിയേഷൻ 0 മുതൽ 1 വരെയാണ് എന്നുള്ളത് കിട്ടും. അടുത്തത് ഫൈയുടെ വാരിയേഷനാണ് നമുക്കറിയേണ്ടത്. The cone phi equal to pi by 3 makes an angle pi by 3 with the positive z axis for any given theta and the angle phi can turn from phi equal to 0 to phi equal to pi by 3. അപ്പോൾ നോക്കി നോക്കൂ. ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ പറയാറ് ഫൈ ആയിട്ട് പറയാറ്. അപ്പോൾ ഇവിടെ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ആക്സിസുമ്പോൾ ഫൈ 0 ആണ്. പിന്നെ ഈ പൈ ബൈ 3 വരെ നമുക്ക് ഇവിടെ ഉണ്ട്. അതിനുശേഷമാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത്, ബ്ലാങ്ക് ആയി പോയിരിക്കുന്നത്. അപ്പോൾ ഫൈയുടെ വാരിയേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാരിയേഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിളല്ലേ ഫൈ പറയാറ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാരിയേഷനാണ് ഫൈയുടെ വാരിയേഷൻ വരെ. ഫൈയുടെ വാരിയേഷൻ അപ്പോൾ 0 മുതൽ പൈ ബൈ 3 വരെയാണ് വരുന്നത്. ഈ സൈഡിൽ നോക്കിയാലും അങ്ങനെ തന്നെ. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് തീറ്റയുടെ വാരിയേഷനാണ്. തീറ്റയുടെ വാരിയേഷൻ എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് അതിന് പ്രൊജക്ഷൻ എടുക്കുക. ഈ സ്പിയറിൻ്റെ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനെയാണ്. ആ പ്രൊജക്ഷൻ എടുത്തിട്ട് മാത്രമേ നമുക്ക് തീറ്റയുടെ വാരിയേഷൻ പറയാൻ പറ്റുള്ളൂ. കാരണം തീറ്റ XY പ്ലെയിനിൽ വരുന്ന പൊളാർ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഈ സ്പിയറിൻ്റെ പ്രൊജക്ഷൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ XY പ്ലെയിനിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സർക്കിളാണ് കിട്ടുക അല്ലേ. ആ സർക്കിളിൽ തീറ്റയുടെ വാരിയേഷൻ തീറ്റ ഫ്രം 0 to 2π ആണ്. ഒരു ഫുൾ സർക്കിൾ വരണ്ടേ. അപ്പോൾ തീറ്റയുടെ വാരിയേഷൻ വരുന്നത് 0 മുതൽ 2π വരെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ലിമിറ്റ്സും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം നമുക്ക് 0 to 1 എല്ലാ നമ്പേഴ്സാണ്. അപ്പോൾ അതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഏത് വേണമെങ്കിലും നമുക്ക് ആദ്യം ചെയ്യാം. എല്ലാ നമ്പേഴ്സാണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ റോ കൊണ്ടുള്ള ഇൻ്റഗ്രേഷനാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഫൈനെ വേണമെങ്കിൽ പുറത്തേക്ക് എഴുതാം കേട്ടോ. റോ സ്ക്വയർ ഡി റോ ആദ്യം ചെയ്യുക. അപ്പോൾ റോ ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 വരും. റോ തന്നെ ആദ്യം ചെയ്തോളൂ. അപ്പോൾ പിന്നെ അതങ്ങനെ ഓർഡറിൽ തന്നെ പൊക്കോളും. അപ്പോൾ റോ ആദ്യം ചെയ്തു. അതിൻ്റെ ലിമിറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ ഫൈ കൊണ്ടുള്ള ഇൻ്റഗ്രേഷൻ ചെയ്യും. അതിൻ്റെ ലിമിറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ തീറ്റ കൊണ്ടുള്ള ഇൻ്റഗ്രേഷൻ ചെയ്യും. അപ്പോൾ അത് ആ ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ പൊക്കോട്ടാ. കാര്യം ഇവിടെ ഏത് ചെയ്താലും കുഴപ്പമില്ലെങ്കിലും നിങ്ങൾ ആ ഓർഡർ കീപ്പ് ചെയ്തോളൂ. റോ കൊണ്ട് ആദ്യം ചെയ്യുക, പിന്നെ ഫൈ കൊണ്ട് ചെയ്യുക, പിന്നെ തീറ്റ കൊണ്ട് ചെയ്യുക. ആ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ആൻസർ π/3 എന്ന് കിട്ടും. ഓക്കെ.